ധനുഷേട്ടാ, നമ്മൾ ഈ പത്രങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെയും പലതവണ അറിഞ്ഞുകൊണ്ടിരുന്നത് സന്ദീപ് വാര്യറും ശോഭാ സുരേന്ദ്രനും BJPയുടെ സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നു എന്നാണ്. പലതവണ അത്തരത്തിലുള്ള വാർത്തകളുണ്ടായി. ഈ സുരേന്ദ്രനുമായി പ്രശ്നങ്ങളുള്ളതായെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഈ ആശയത്തെയും സ്വന്തം നിലപാടുകളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. മറിച്ച് ശോഭാ സുരേന്ദ്രൻ വളരെ കരുത്തോടെ തൻ്റെ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ BJPക്ക് വേണ്ടി പാലക്കാട് ശക്തമായി തന്നെ പ്രവർത്തിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 2 ദിവസം മുൻപ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഈ സന്ദീപ് വാര്യറിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? സന്ദീപ് വാര്യരെ രൂക്ഷമായിട്ട് വിമർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പേജെടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ കൃത്യമായിട്ട് കുറിക്കുള്ളുന്ന വിമർശനമാണ്. ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം അറിയാലോ, ഭയങ്കര രസമാണ് കേൾക്കാൻ. ക്രൗഡ് പുള്ളറാണ്. എന്തായാലും നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. സാത്വികനായിട്ടുള്ള ശ്രീമാൻ കുമ്മനം രാജശേഖരനെ വരെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നായ കേരളത്തിന്റെ മണ്ണിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഹൃദയം, നമ്മുടെ ചങ്കിലാണ് ആദർശം. നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ കൊടി പിടിക്കുമ്പോ അവിടെ വ്യക്തിക്കല്ല പ്രത്യേകത, ആദർശത്തിനാണ് പ്രത്യേകത. ആദർശത്തിന്റെ അടിയിൽ അടിവരയിട്ടുകൊണ്ടാണ് എല്ലാ ഭീകരവാദ ശക്തികൾക്കെതിരെയും നമ്മൾ പോരാട്ടം നടത്തിയത്. ഞാനും ഇവിടെ കൂടിയിട്ടുള്ള അമ്മമാരും നിങ്ങളാണ് പ്രതിജ്ഞ എടുക്കേണ്ടത്. നിങ്ങൾ അന്നലക്ഷ്മിയാണ്, അഷ്ടലക്ഷ്മിയാണ്, ധ്യാനലക്ഷ്മിയാണ്. നിങ്ങളാണ് കഠിനമായിട്ടുള്ള വ്രതം ആചരിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കാരിരുമ്പിന്റെ ശക്തിയോടുകൂടി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ കൂടിയ അമ്മമാർ ഈ തെരുവീതിയിൽ എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് ആദർശത്തിനകത്ത് വെള്ളം ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറും ഒക്കെ പേരുകൾ മാത്രമാണ്. നമ്മുടെ ആദർശം എന്താണ്? നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. അപ്പോൾ ഇതാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. കൃത്യവും വ്യക്തവുമാണല്ലോ അതിനകത്ത്. ശ്രീത്ത് അത് കേട്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ സുരേന്ദ്രൻ, കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ എന്നൊക്കെയുള്ളത് ജസ്റ്റ് പേരുകൾ മാത്രമാണ്. ആദർശത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നാണ് പറയുന്നത്. ആദർശം ഒരു കാരണവശാലും പണയം വെക്കില്ല എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കാമല്ലോ. ശോഭാ സുരേന്ദ്രനെ എന്തോരം BJP അണികൾക്കിടയിലുള്ള ഒരു സംസാരമാണ്. BJP പാർട്ടി കഷ്ടപ്പെടുത്തുന്നില്ലേ ശോഭാ സുരേന്ദ്രനെ? ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളറാണെന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെ എവിടേക്കാണ് BJP? സുരേന്ദ്രനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇത്രയും ക്രൗഡ് പുള്ളറായ ഒരു വനിതാ നേതാവ് മറ്റൊരു പാർട്ടിയിലും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ KK ശൈലജ ടീച്ചർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വടകരയോടുകൂടി എന്തായിപ്പോയി, ഊതി വീർപ്പിച്ചൊരു ബലൂണാണെന്ന് 1.5 ലക്ഷം ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചു പോയത്. KK ശൈലജ ടീച്ചർക്കെതിരെ വടകരയിൽ, അത് ആലോചിച്ച് നോക്കണം. വടകര എന്ന് പറഞ്ഞാൽ നമ്മുടെ TPA വെട്ടിക്കൊന്ന ഈ സമയം മറ്റൊരു ട്രോള് വീഡിയോ ചെമ്പട എന്ന് പറഞ്ഞൊരു ട്രോള് വീഡിയോ. അപ്പോൾ ഞാനത് ശ്രീത്ത് പറഞ്ഞതിനോട് ആ വാദത്തിന് കുറച്ചുകൂടെ ബലം കൂട്ടാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ പറയില്ല KK ശൈലജയുടെ എന്നൊക്കെ പറഞ്ഞു വരും. ഒന്നുമല്ല, ശോഭാ സുരേന്ദ്രനാണ് ശ്രീത്ത് പറഞ്ഞ പോലെ ഏറ്റവും ശക്തിയായിട്ടുള്ള പൊളിറ്റിക്കൽ വുമൺ, കൃത്യമായിട്ടുള്ള. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നാലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് കാണാം. പാലക്കാട് നിന്നില്ലേ ശോഭാ സുരേന്ദ്രൻ? പാലക്കാട് നിന്നപ്പോൾ എന്താ സംഭവിച്ചത്? പാലക്കാട് ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത് ശോഭാ സുരേന്ദ്രന് വലിയ പങ്കുണ്ട്. ആറ്റിങ്ങൽ നിന്നില്ലേ? മുരളീധരനെ ജയിപ്പിക്കുന്ന രീതിയിൽ ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ വർക്ക് ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിന്നില്ലേ? ആലപ്പുഴ നിന്നപ്പോൾ എത്ര വോട്ടാണ് പിടിച്ചത്? നിങ്ങൾ ആകെ ഉണ്ടായിരുന്ന കനൽത്തരിയെ ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, അവിടെ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒന്നാമതെത്തുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. ശോഭാ സുരേന്ദ്രനെ ഇനി കായംകുളത്ത് നിയമസഭയിൽ MLA ആയിട്ട് മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ അണികളുടെ എല്ലാം ആവശ്യം എന്ന് പറയുന്നത്. ആ പാർട്ടി ഇതിനെ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. എന്തായാലും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വളരെ, അപ്പോൾ ഇത്രയധികം ശോഭാ സുരേന്ദ്രൻ വർക്ക് ചെയ്യുന്നു. ശോഭാ സുരേന്ദ്രൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ BJP എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് ഒരു MLA പോലും ഇല്ല എന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പാർട്ടിക്കൊരു മുഖ്യമന്ത്രി ഉണ്ടാകുന്ന അത്രയും സമയം വരെയും ഞാനിവിടെ ഉണ്ടാകും. മുഖ്യമന്ത്രി ഉണ്ടായി കഴിഞ്ഞാലും ഒരു സാധാരണ പ്രവർത്തകയായിട്ട് ഞാനിവിടെ ഉണ്ടാകുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അപ്പോൾ ആ വാക്കുകൾ വളരെ ക്ലിയറാണ്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് കൊടുക്കുന്ന കൃത്യമായിട്ടുള്ളൊരു താക്കീതാണ്. ആദർശം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഇല്ലെങ്കിൽ പിന്നെ
പൊളിറ്റിക്സിൽ നിന്നിട്ട് കാര്യമില്ല. പിന്നെ പൊളിറ്റിക്സ്, ആദർശമില്ലാത്ത പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രൊഫഷണൽ പൊളിറ്റിക്സാണ്. ആദർശമാണ് എപ്പോഴും പൊളിറ്റിക്സിൽ ആദർശമാണ് ഒരു നേതാവിൽ വിശ്വസിക്കുന്ന അണികളെ നയിക്കുന്നത്, ഇല്ലേ? ഇപ്പം പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശങ്ങൾ പിൻപറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് പിണറായിക്ക് ജയ് എന്ന് വിളിക്കാൻ ഇവിടെ ആളുള്ളത്. കാരണം പിണറായിയിലൂടെ ആ ആദർശങ്ങൾ അവരും പിൻപറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നരേന്ദ്രമോദിയിലൂടെ ഹിന്ദുത്വ എന്ന് പറയുന്ന ആദർശങ്ങൾ, അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്ന ആ ധർമ്മത്തെ, അതിൻ്റെ ആദർശങ്ങൾ രാജ്യത്തെ ഇത്ര കോടി ആൾക്കാർ, 100 കോടി ആൾക്കാർ പിൻപറ്റുന്നുണ്ട്. അങ്ങനെ പിൻപറ്റുന്നത് കൊണ്ടാണ് നാളെ നരേന്ദ്രമോദി പറയുകയാണ് ഹിന്ദുത്വം അല്ല കമ്മ്യൂണിസമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്താണ്, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അപ്പം ആദർശം അതുപോലെ ഈ അദ്വാനിയുമായി ബന്ധപ്പെട്ട് ജിന്നയെ കുറിച്ച് പുകഴ്ത്തിയത് BJP അണികളിലെല്ലാം വലിയ അതൊക്കെ അപ്പോഴുള്ള കഥയാണ്. അപ്പോൾ അത് നമ്മൊരു സൂചിപ്പിച്ചു. അതെ, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആദർശം പണയം വെച്ച് മുന്നിലോട്ട് പോകുന്ന ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല എന്നുള്ളതാണ്. നമ്മൾ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ആദർശം പണയം വെച്ച് പുറത്തുപോയി എത്ര ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങടിയായിട്ട് അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നോർത്തിൽ നോക്കിയാലും കാണാം, കേരളത്തിൽ തന്നെ എത്ര കഥകളോട് നോക്കിയാൽ കാണാം. വിജയിച്ച ഒരാളെ കാണിച്ചു തരും. നിങ്ങൾ നിങ്ങളുടെ ആദർശം പണയം വെച്ച് വേറൊരു പാർട്ടിയിലേക്ക് പോയിട്ട് നിങ്ങൾ വിജയിച്ചു, അങ്ങനെ ഒരാളെ നിങ്ങൾ കാണിച്ചു തരും. ഒരു തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയേക്കാം, ചിലപ്പോൾ അതിൽ ജയിച്ചേക്കാം, ഒരു തവണ MLA ആയിരുന്നേക്കാം, MLA പെൻഷൻ കിട്ടും, പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകണം, പിന്നെ ഇങ്ങോട്ട് വരരുത് ദയവ് ചെയ്ത്. അപ്പോൾ കഴിഞ്ഞു. സെൽവരാജ് മാത്രമോ, എത്ര പേരുണ്ട്? നമ്മുടെ സിന്ധു ജോയി അറിയാം. സിന്ധു ജോയി ഇപ്പോൾ എവിടെയാ സിന്ധു ജോയി? അറിയില്ല, ആർക്കും അറിയില്ല. സിന്ധു ജോയി ആർക്കും അറിയില്ല. ലതിക സുഭാഷ് പാർട്ടി വിട്ട് പുറത്തു പോയതാണ്, വേറൊരു പാർട്ടിയിലും പോയിട്ടില്ല. പോയിട്ട് കാര്യമില്ലെന്ന് ലതിക സുഭാഷിനെ അറിയാം. എവിടെ ഇപ്പോൾ ലതിക സുഭാഷ്? ആർക്കും അറിയില്ല. അത് അന്ന് നമ്മുടെ BRM ഷഫീർ നടത്തിയ ഒരു തീപ്പൊരി പ്രസംഗം ഉണ്ടായിരുന്നു. മനസ്സിലല്ലേ? കയ്യും കാലും വെട്ടിക്കൂട്ടിയ ആൾക്കാരുണ്ട്. ഈ പാർട്ടി പ്രവർത്തിച്ചത് കൊണ്ട് മുടന്തു വന്ന എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ചിരട്ട തല്ലിപ്പൊട്ടിച്ച് മുടന്തു വന്ന ആൾക്കാരുണ്ട്. അച്ഛനെ നഷ്ടപ്പെട്ടവർ, അമ്മയെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മ ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഒരു സീറ്റും കിട്ടിയിട്ടില്ല. അവർ ഈ പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദർശം കൊണ്ടാണ്. അപ്പം അങ്ങനെ ആദർശം കൊണ്ടുവന്ന് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തകരെ ഒരുമാതിരി, സുരേഷ് ഗോപി ഒരു വാക്ക് പറയും, ഞാനത് പറയുന്നില്ല, അങ്ങനെ ചെയ്യരുത്. അത് വളരെ മോശമാണ്. മനസ്സിലായില്ലേ? ആ പ്രവർത്തകർക്ക് തല്ല് മേടിച്ച് കൊടുത്തിട്ട് എന്താണ്, നിങ്ങൾ പാർട്ടി വിട്ട്, ഞാൻ എന്തോ മറ്റേ കൺവിൻസിങ് സ്റ്റാറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങൾ തല്ലുകൊണ്ടിരി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്. അത് വളരെ മോശമാണ്. മനസ്സിലായില്ലേ? അത് ഒരു നേതാവിന് ഭൂഷണമല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ നേതാവ് എവിടെ പോയാലും ഗതി പിടിക്കില്ല. കാരണം മനസ്സിലുണ്ടല്ലോ, ഇപ്പം സന്ദീപ് വാര്യർ എത്രയൊക്കെ അവിടെ നിന്ന് നിങ്ങളിൽ ഒരുവനായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയുമ്പം മാങ്കൂട്ടത്തിന് ജയിക്കാനായിട്ട് ജനങ്ങൾ കൈയടിച്ചു കൊടുക്കും. നിങ്ങളൊരുവൻ, ജനങ്ങൾക്കറിയാമല്ലോ. ഇതേ ഡയലോഗ് സന്ദീപ് വാര്യർ എവിടെ അടിച്ചതാ? BJPയിൽ അടിച്ചല്ലേ? ആ ഡയലോഗ് സന്ദീപ് വാര്യർ എവിടെ അടിക്കുന്നതാ? ഇപ്പോൾ കോൺഗ്രസ് അടിക്കുന്നതല്ലേ? ഞാൻ പറയട്ടെ, ആദർശം പണി കഴിപ്പിച്ച് പണയം വെച്ചിട്ട് BJPയിൽ വന്ന നമ്മുടെ അബ്ദുള്ള കുട്ടിയുടെ ഗതി എന്താ? അബ്ദുൾ കുട്ടി എവിടെ? അബ്ദുൾ കുട്ടി ആദ്യം SFI ആയിരുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസ് CPM മറ്റേ കോൺഗ്രസിൽ വന്നു. കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു BJP. അബ്ദുള്ള കുട്ടി എന്താ സ്ഥാനമാനങ്ങൾ വല്ലതും കിട്ടുമോ? ദേശീയ ഉപാധ്യക്ഷൻ, ഇതാണ് സ്ഥാനം. കേൾക്കുമ്പോൾ എന്തോ വലിയ പദവിയാണെന്നൊക്കെ തോന്നും കേട്ടോ, ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നും. അത് ഒരു കാര്യമില്ലാത്ത കാര്യമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ രാംവിലാസ് പാസ്വാൻ്റെ ഒരു പാർട്ടിയുണ്ട്, LJP എന്ന് പറയുന്ന പാർട്ടി. എന്നോട് ഒരിക്കൽ അതിലെ ഒരു തലമൂത്ത നേതാവ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ധനുഷ് അത് ചേരുന്നോ? ധനുഷിനെ നമ്മുടെ കേരളത്തിലെ മറ്റേ ഈ വിങ്ങിൻ്റെ ഈ സെക്രട്ടറി ആക്കാം. കാര്യത്തിൽ പറഞ്ഞതാ, പിന്നെ ഈ സെക്രട്ടറി ആക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സീരിയസ് ആണ് രാംവിലാസ് പാസ്വാൻ്റെ. ഇപ്പോൾ നമ്മുടെ ചിരാഗ് പാസ്വാൻ അത് നയിക്കുന്നു. ഇത്ര ബോർഡുകളൊക്കെ ഉണ്ട് ധനുഷ്. ബോർഡുകളൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, കൊടിവെച്ച കാറിൽ നമുക്ക് എങ്ങനെ പറക്കാം. പറഞ്ഞു വേണ്ട. അപ്പോൾ ഈ ബോർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കും, എന്നിട്ട് ഇന്ന സെക്രട്ടറി എന്ന് പറഞ്ഞ് തരും. ബോർഡ് വേറെ എവനെങ്കിലും പോകും. മനസ്സിലല്ലേ? അവരുടെ പാർട്ടി. അതുകൊണ്ട് സന്ദീപ് വാര്യർ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, ആദർശം ബലി കഴിപ്പിച്ച് പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.